പ്രാചീന കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമായിരുന്ന, സാമൂതിരിയുടെ രണ്ടാം തലസ്ഥാനമായിരുന്ന, കുഞ്ഞാലിമരക്കാറിന്റെ ആസ്ഥാനമായിരുന്ന പൊന്നാനി. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും കേരളത്തിന്റെ സാഹിത്യ ചരിത്രത്തിലും വലിയ സ്ഥാനമുണ്ടായിരുന്ന ഈ ദേശത്തിന്റെ കഥയാണ് ഇന്നത്തെ നമ്മളിൽ. ഇസ്ലാമിക പണ്ഡിതന്മാരും ഒപ്പം പോർച്ചുഗീസ് അധിനിവേശത്തെ എതിർത്തവരുമായ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനും വെളിയങ്കോട് ഉമർ ഖാസിയും നയിച്ച മുസ്ലിം നവോത്ഥാനത്തിന്റെയും സൂഫി സംസ്കാരത്തിന്റെയും പൊന്നാനി. അക്കിത്തവും എം ടിയും ഉറൂബും ഇടശ്ശേരിയും എം ഗോവിന്ദനും വിശ്വമാനവികതയുടെ പുതിയ ഭാവുകത്വം രചിച്ച സാഹിത്യത്തിലെ പൊന്നാനി കളരിയുടെ നാടായ പൊന്നാനി. കൊടുങ്ങല്ലൂർ ആല മുതൽ ഇവിടെ പൂരപ്പുഴ വരെ നീണ്ടു പരന്ന് കിടന്നിരുന്ന ഒരു പൊന്നാനി. അപ്പോൾ ആ പൊന്നാനി നമ്മൾ എടുക്കുമ്പോൾ ആ പൊന്നാനിയുടെ ഏതാണ്ട് ഒരു മധ്യത്തിൽ കൂടിയാണ് നിളാനദി ഒഴുകുന്നത്. ആ നദിയുടെ ഇരു കരകളിലായി, ഇതിൻ്റെ തുടക്കം തന്നെ നമ്മൾ അങ്ങനെ കാണണം, അതിൻ്റെ ഈ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ കാവലാളുകളായിട്ടുള്ള രണ്ടാളുകളെ നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം. അത് ഒന്ന് അക്കരെ ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ, ഇപ്പുറം നമ്മുടെ കേരളത്തിൻ്റെ ആദ്യ ചരിത്രം എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം. അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. കേരളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ചരിത്ര ഗ്രന്ഥം തുഫത്തുൽ മുജാഹിദീൻ എഴുതിയത് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനായിരുന്നു. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവാണ് പൊന്നാനി വലിയ ജമാഅത്ത് പള്ളി 1519 സ്ഥാപിച്ചത്. ഹിജ്റ വർഷം 925. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലത്ത് സാമൂതിരിയുമായിട്ട് വളരെ ബന്ധമായിരുന്നു. സാമൂതിരിയുടെ ആദ്യത്തെ ആസ്ഥാനം, ഒന്നാം ആസ്ഥാനം കോഴിക്കോടും രണ്ടാമത്തെ ആസ്ഥാനം പൊന്നാനിയുമായിരുന്നു. തത്വശാസ്ത്ര രീതിയിലാണ് പള്ളി പണിതിട്ടുള്ളത്. അത് പള്ളി പണിത ആശാരിയുടെ പേര് മുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്, ചിയന്തച്ചൻ എന്ന് പറഞ്ഞു. പോർച്ചുഗീസ് അധിനിവേശവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കേരള ചരിത്രം തന്നെ അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ തൻ്റെ നാട് അത് വൈദേശിക മേൽക്കോയ്മക്ക് അടിപ്പെടുന്നത് കണ്ട് അതിലുള്ള വേദന, അതിനോടുള്ള അടങ്ങാത്ത പ്രതിഷേധം, ഇതൊക്കെ സ്വാഭാവികമായിട്ട് വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ കൃതികളായിട്ട് പരിണമിക്കുകയാണല്ലോ ചെയ്യുന്നത്. വലിയ ജമാഅത്ത് പള്ളിയിൽ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ മക്ബറയ്ക്ക് തൊട്ടടുത്തായി ആശാരി തങ്ങൾ എന്ന് വിളിക്കുന്ന ഹിന്ദുവായിരുന്ന ആശാരിയുടെ ഖബർ കാണാം. ഷെയ്ഖ് സൈനുദ്ദീൻ ഒന്നാമന്റെ ആത്മമിത്രമായിരുന്നു ആശാരി. അങ്ങനെ ഒരു പള്ളി എടുക്കണം എന്നുള്ളൊരു താല്പര്യം വന്നപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പള്ളിപ്പണി ആരംഭിച്ചത്. പള്ളിയുടെ മുകളിൽ കയറി പടിഞ്ഞാറോട്ട് നോക്കിയപ്പോൾ കാബ, വിശുദ്ധ കാബയുടെ രൂപം കണ്ടു. അങ്ങനെ മുസ്ലിമായി എന്നാണ്. പക്ഷെ അതല്ല, അത് ഐതിഹ്യമായിരിക്കും. ഹൈന്ദവ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് വെള്ളിയാഴ്ച പിറക്കുന്ന 1-2 കുട്ടികൾ മുസ്ലിം ആകണമെന്ന് സാമൂതിരി തന്നെ തിട്ടൂരം പുറപ്പെടുവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. മുസ്ലിം ആയതിനു ശേഷം ഒരു നാമകരണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഇദ്ദേഹം ആശാരിത്തങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. കേരള ചരിത്രത്തിൽ അത്യപൂർവമായ നമ്പൂതിരി നാടുവാഴി പരമ്പരകളിൽ ഒന്നായിരുന്ന തിരുമനശ്ശേരി കോട്ട രാജാവാണ് സാമൂതിരിയുടെ അംഗീകാരത്തോടെ പൊന്നാനി എന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നാടുവാണത്. ആ പഴയ കോട്ടയുടെ പടിപ്പുര മാത്രം ഇന്ന് ബാക്കിയുണ്ട്. സാമൂതിരിപ്പാടാണ് രാജസ്ഥാനം തന്നത്. അതെന്താ കാരണം വെച്ചാൽ, ഈ അരിയിട്ടുവാഴ്ചയ്ക്ക് ഞങ്ങൾ പോണം കോഴിക്കോട്. അപ്പോൾ സാമൂതിരിയായിരുന്നു. സാമൂതിരി പാടാവണമെന്നുണ്ടെങ്കിൽ തിരുമലശ്ശേരി കോട്ടയിൽ നിന്ന് ചെന്നിട്ട് അരി തലയിലിട്ട് കൊടുക്കണം. പൊന്നാനിയുടെ ചരിത്ര സ്മാരകങ്ങളായ കടൽ തീരത്തെ വ്യാപാര കേന്ദ്രങ്ങളും പാണ്ഡികശാലകളും തുറമുഖവുമൊന്നും ബാക്കിയില്ല.
എന്നാൽ ഈ നാടിന്റെ വേറിട്ട പാരമ്പര്യം ശേഷിക്കുന്നു. പോർച്ചുഗീസുകാർ വ്യാപകമായിട്ടുള്ള നരനായാട്ട് ആരംഭിച്ചു. ഈ അവസരത്തിലാണ് സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ തൻ്റെ പഴയകാല സുഹൃത്തായ കുഞ്ഞാലി മരക്കാർ ഒന്നാമനെ പൊന്നാനിയിലേക്ക് വിളിക്കുന്നത്. കാരണം ഈ ഷെയ്ഖ് സൈനുദ്ദീൻ ഒന്നാമനും കുഞ്ഞാലി മരക്കാർ ഒന്നാമനും കൊച്ചിയിലെ കുച്ചങ്ങാടി പ്രദേശത്തുകാരാണ്. അങ്ങനെ പൊന്നാനിയിലേക്ക് വന്നിട്ടാണ് സാമൂതിരിയുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത സേന രൂപീകരിച്ചിട്ട് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ജിഹാദിന് ആഹ്വാനം നൽകുന്നത്. സാമൂതിരി എന്ന് പറയുന്ന ഒരു പരിപൂർണ ഹൈന്ദവ വിശ്വാസിയുടെ നേതൃത്വത്തിലാണ്. അതിനെ തുടർന്നിട്ടാണ് കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വൈദേശിക ആധിപത്യത്തിനെതിരായിട്ടുള്ള നാവിക യുദ്ധം ആരംഭിക്കുന്നത്. ധീരതയ്ക്കു പേരുകേട്ട കടൽ യുദ്ധം ചെയ്ത് പോർച്ചുഗീസുകാരെ വിറപ്പിച്ച സാമൂതിരിയുടെ മരക്കാർപ്പട പൊന്നാനിയിലെ സാധാരണ മാപ്പിളമാർ കാലത്തിന്റെ വെല്ലുവിളിക്കൊത്ത് ഉയർന്നതിന്റെ സാക്ഷ്യമായിരുന്നു. ഹൈദരാലിയും ടിപ്പുവും നടത്തിയ പടയോട്ടങ്ങളും മറുകരയിൽ മാമാങ്കത്തിന്റെ യുദ്ധാരവങ്ങളും പൊന്നാനിയുടെ പഴയ കാലത്തിൽ മുഴങ്ങിക്കേൾക്കാം. 1921 മലബാർ കലാപകാരികൾ പൊന്നാനി വരെ എത്തിയെങ്കിലും ഇവിടം കലാപഭൂമിയായി മാറിയില്ല. മലബാർ കലാപകാരികളെ അന്ന് അനുനയിപ്പിച്ച് തിരിച്ചയച്ചത് വെട്ടംപോക്കിരിയകത്ത് തറവാട്ടിലെ മുസ്ലിം കാരണവർ ഇമ്പിച്ചിക്കോയ തങ്ങളായിരുന്നു. കലാപം പടർന്നതുമൂലം മുടങ്ങിപ്പോയ തന്റെ മകളുടെ കല്യാണത്തിനൊരുക്കിയ സദ്യ വിശന്നു ക്ഷീണിച്ചെത്തിയ കലാപകാരികൾക്ക് അദ്ദേഹം വിളമ്പി. അവരെ അക്രമം കാട്ടാതെ തിരിച്ചുപോകാൻ സമ്മതിപ്പിച്ചു.